വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി സവാള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് തേങ്ങായും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തിനു വേണ്ടി ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ ഇക്കാട് ഉമ്മാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത്. ഉപ്പും വെള്ളവും കൂടി ഇട്ട് ആദ്യം തിളപ്പിക്കാൻ ഒരു ചരുവത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാനിവിടെ കാണിക്കുന്നത്. എൻ്റെ സ്റ്റൈലല്ല കേട്ടോ, അപ്പോൾ ഉമ്മയുടെ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഉമ്മ ക്യാരറ്റ് എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പാക്കറ്റ് റവ പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം അതിനകത്ത് സ്പേസ് ഇല്ലായിരുന്നു. അപ്പം വേറൊരു വലിയ ഉരുളിയിലോട്ട് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിളച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഉപ്പും വെള്ളം ഇട്ട് അത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിനകത്ത് കുറച്ച് തേങ്ങായും കൂടി ഇട്ടുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി എടുത്തതിന് ശേഷം 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ഉപ്മാവ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.